ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യം. ദൈവാത്മാവ് അത് സ്പർശിക്കുകയും ചെയ്തു. ഒരു വിവാഹം എടുത്തിരിക്കുന്ന ഒരാളോട് സന്തോഷിക്കാനും ഒരുങ്ങാനും നല്ല നല്ല വസ്ത്രങ്ങൾ ധരിക്കാനും ഒന്നും പറയണ്ട. അതവൻ്റെ ജീവിതത്തിലെ സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരനുഭവമായി മാറിക്കൊണ്ടിരിക്കും. ഇതുപോലെ തന്നെയാണ് ക്രിസ്തീയ ജീവിതം. ഒരു വലിയ സന്തോഷത്തിൻ്റെ ദിവസത്തിലേക്ക് ഒരുങ്ങുകയാണ്. അതിനെക്കുറിച്ച് ബോധമുള്ളവരും അതിൽ നിശ്ചയം വേണം. ആ ദിവസം ഞാൻ അതിൽ ആരുമല്ലാതെ പോകരുത് എന്ന് ചിന്തിക്കുന്നവരെല്ലാവരും മറ്റെല്ലാം വിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുക. അവർക്ക് ഭൗതിക കാര്യങ്ങളും വ്യക്തിപരമായ കാര്യങ്ങളും ഒന്നുമില്ല. അവർക്ക് ഒറ്റ കാര്യം മാത്രം. ഇതാ വിവാഹ ദിവസം എടുക്കുന്നു. ആ ദിവസം എനിക്കത് പ്രാപിക്കണം. അതിനപ്പുറം ഒരു ചിന്ത, ആഗ്രഹം എനിക്കില്ല. അതില്ലാതെ വരുന്നതിനേക്കാൾ, അത് നഷ്ടപ്പെട്ടു പോകുന്നതിനേക്കാൾ മരിക്കുകയാണ് എനിക്ക് നല്ലത്. മറ്റൊരു കൂട്ടർ എങ്ങനെ നിശ്ചയം? നമുക്കെങ്ങനെ നിശ്ചയിക്കാൻ കഴിയും? ആ ദിവസം വരുമ്പോൾ 10 കന്യകമാരിൽ 5 കന്യകമാരെ പോലെ തള്ളപ്പെട്ടു പോയാലോ, ഒരുങ്ങാൻ സാധിച്ചില്ലെങ്കിലോ, കർത്താവ് എടുത്തില്ലെങ്കിലോ? അങ്ങനെയുള്ളവരാണ് ഇതും കൂടി കരുതും, ഭൗതികതയും കൂടി കരുതും. ആരെ പോലെ? എസ്തറിൻ്റെ കാലത്ത് കന്യകമാരെ തിരഞ്ഞെടുത്ത് കൊണ്ടുവന്ന് രാജാവിന് കാഴ്ചവെക്കുക. രാജാവിന് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ രാജ്ഞിസ്ഥാനത്തേക്ക് കൊണ്ടുവരുള്ളൂ. അപ്പോൾ 100 കണക്കിന് കന്യകമാരുണ്ടെങ്കിൽ അവർക്കൊന്നും ഒരു ലക്ഷ്യമില്ല. തങ്ങളുടെ രാജ്യസ്ഥാനത്ത് വരുന്ന ഒരു നിശ്ചയമില്ല. എങ്ങനെയാലും ഇത്രയും പേർക്ക് കിട്ടില്ല. 100 പേരുണ്ടെങ്കിൽ ഒരാൾക്ക് കിട്ടും, ബാക്കി 99 പേരും ലക്ഷ്യത്തിലെത്തില്ല. അതെല്ലാവർക്കും എല്ലാവർക്കും അറിയാം. അപ്പോൾ പിന്നെ എന്ത് വേണം? രാജാവിൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ കൊണ്ടുവന്ന് വിടുമ്പോൾ അവൾ കന്യകയല്ല. അവളുടെ ജീവിതത്തിലെ വിശുദ്ധി നഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം രാജാവ് പേര് ചൊല്ലി വിളിച്ച് രാജ്ഞിസ്ഥാനം കൊടുക്കുമോ ആർക്കറിയാം. അപ്പോൾ അതുകൊണ്ടൊരു കാര്യം ചെയ്യും, എല്ലാവരും ഉപദേശിക്കുകയും ചെയ്യും, സ്വയമായിട്ടൊന്ന് നോക്കും. അങ്ങനെ പോയാലും നമുക്ക് പിന്നെ ജീവിക്കണം. പിന്നെ ഒരല്ലലും ഇല്ലാതെ ജീവിക്കണം, സുഖമായിട്ട് ജീവിക്കണം. തൻ്റെ വിശുദ്ധി നഷ്ടപ്പെട്ടാൽ തനിക്കെന്നും അല്ലലില്ലാതെ ജീവിക്കാൻ തക്കവണ്ണം ഒരു സമ്പത്ത് ഈ പെൺകുട്ടി രാവിലെ രാജാവിനോട് ചോദിക്കും. അതെന്താണ് ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, എനിക്കൊരു 10 കിലോയുടെ സ്വർണ്ണക്കട്ടി വേണമെന്ന് പറഞ്ഞാൽ അത് നിശ്ചയമായിട്ടും കൊടുത്തിരിക്കും. അത് രാജാവ് കൊടുക്കും. ആ ബഹുസമ്പത്തുമായിട്ട് അവൾ വീട്ടിലേക്ക് മടങ്ങും. പക്ഷെ അവൾക്ക് വിശുദ്ധിയില്ല. അവൾ ഒരു പുരുഷന് തൻ്റെ ശരീരം കൊടുത്തതാണ്. തൻ്റെ ശരീരം ഇന്ന് വിശുദ്ധി എന്ന പദവിയിൽ നിന്ന് മാറിപ്പോയതാണ്. എന്നാലും ഭൗതികമായിട്ട് ചിന്തിക്കുമ്പോൾ നഷ്ടമില്ല. ആയുഷ്കാലം മുഴുവനും സുഖമായിട്ട് ജീവിക്കാമല്ലോ, ഒരു കുറവുമില്ലാതെ. അങ്ങനെ അതിലേക്ക് മടങ്ങും. ഇതുപോലെ വിശ്വാസത്തിൽ കർത്താവിൻ്റെ വരവ് പ്രതീക്ഷിച്ചിരിക്കുന്നവരുണ്ട്. ആ ദിവസം ഒരുപക്ഷെ എടുക്കാൻ എടുക്കില്ലായിരിക്കും, ചിലപ്പോൾ എടുക്കും. ഏതെങ്കിലും കാരണവശാൽ എനിക്കവിടെ ആ ലക്ഷ്യത്തിലെത്താൻ പറ്റിയില്ലെങ്കിൽ നമുക്കൊന്ന് കരുതണമല്ലോ. അങ്ങനെ
ഈ ലോകത്തിലും പ്രത്യാശ വെച്ച് അവിടെ അല്പം ഇവിടെ അല്പം എന്ന് പറഞ്ഞതുപോലെ ലോകത്തിലുള്ളത് ജീവിതത്തിന് വേണ്ടി കരുതിയും ജീവിച്ചു പോകുന്നവരുണ്ട്. അവിടെയാണ് പ്രശ്നം. ദൈവത്തിൻ്റെ വചനം പറയുന്നത് ദൈവം മുൻ കണ്ടിട്ടുള്ളതും മണവാട്ടിയാകാൻ നിശ്ചയിച്ചിട്ടുള്ളതുമായ ദൈവത്തിൻ്റെ വിശുദ്ധ കന്യകയ്ക്ക് അങ്ങനെ തോന്നുന്നില്ല. കാരണം കർത്താവ് വരുമ്പോൾ, ഈ പ്രത്യാശ വെച്ച് രാവും പകലും പോരാടിക്കൊണ്ടിരിക്കുന്ന കർത്താവ് വരുമ്പോൾ, തനിക്ക് ആ മംഗളദിനത്തിൽ, ആ ഏറ്റവും ആഹ്ലാദം നിറഞ്ഞ ദിവസത്തിൽ, ആ നിത്യാനന്ദത്തിൻ്റെ ദിവസത്തിൽ എനിക്ക് പങ്കില്ലെങ്കിൽ പിന്നെ ഞാൻ തിരിച്ച് ലോകത്ത് ജീവിക്കാനാണ്. പിന്നെ ഒരു ജീവിതം എനിക്കില്ല. പിന്നെ ഒരു ജീവിതം എനിക്കില്ല, എനിക്ക് വേണ്ട. അതിനപ്പുറം ഞാൻ കരുതുകയില്ല, അതിനപ്പുറം കരുതില്ല. ഇങ്ങനെ മുമ്പോട്ട് പോകുന്നവരുണ്ട്. എസ്തർ അങ്ങനെ ചെയ്തേ. എസ്തർ രാജാവിൻ്റെ അടുക്ക പോയി. രാത്രി കഴിഞ്ഞു. പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഷണ്ടനോടുകൂടി ഭവനത്തിലേക്ക് പോയി. പോകാൻ നേരത്ത്, എസ്തറേ, എന്താ വേണ്ടേ? ഞാൻ വിശദീകരണത്തിനുള്ളത് ഇന്നലെ ചോദിച്ച്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചോദിച്ച് എനിക്ക് കിട്ടി. അല്ല, നീ ഇപ്പോൾ ഒരു ഘട്ടത്തിൽ രാജാവിനോട് കഴിഞ്ഞല്ലോ, ഇപ്പം നീ എന്ത് ചോദിച്ചാലും നിനക്ക് കിട്ടും. ഒന്നും വേണ്ട. വിശുദ്ധി വിറ്റ് കാശ് മേടിക്കുന്ന ഒരു മനസ്ഥിതി എസ്തറിനില്ല. തൻ്റെ ജീവിതത്തിൽ ഈ മുഴു ജീവിതത്തെക്കാളും വലുതാണ് തനിക്ക് നഷ്ടപ്പെട്ടത്. അത് വിട്ടതിന് ശേഷം ഞാൻ സുഭിക്ഷമായിട്ട് ജീവിക്കാൻ തക്കവണ്ണം ഒരു സമ്പത്ത് അതിന് തുല്യമായിട്ട് കണക്ക് കൂട്ടാൻ ഞാനില്ല. അതൊരു ഭയങ്കര മനസ്സാണ്. അവൾ വീട്ടിലേക്ക് പോയി. അവളുടെ വീട്ടിലേക്ക് പോയി. നാളെ രാജാവ് തിരഞ്ഞെടുക്കുമോ? ഇതൊന്നും അറിയാൻ പാടില്ല. എന്നാൽ രാജാവിന് ബോധ്യപ്പെട്ടു. അവളുടെ തലയിൽ കിരീടം വന്നു. നല്ലത്. എങ്ങനെയെങ്കിലും ഏതെങ്കിലും കാരണവശാൽ രാജാവ് ആ സ്ഥാനത്തേക്ക് എന്നെ കൊണ്ടുവന്നില്ലായിരുന്നെങ്കിലോ? അതുമില്ല, ഇതുമില്ല, വിശുദ്ധിയില്ല, ജീവിതമില്ല. അല്ലെങ്കിലും വിശുദ്ധി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ജീവിക്കാൻ ആഗ്രഹമില്ല. ഇതുപോലെ കർത്താവിൻ്റെ സന്നിധിയിൽ, കർത്താവിൻ്റെ വരവിങ്കൽ കർത്താവ് തന്നിക്കുള്ളവരെ ചേർക്കുന്ന സമയത്ത് നഷ്ടപ്പെട്ടു പോകുന്നവർക്ക് മറ്റൊരു ജീവിതം, അത് വിട്ടിട്ടൊരു അനുഭവം പ്രതീക്ഷിക്കാത്തവരുണ്ട്. അവരെയാണ് വചനപ്രകാരം അഗതികളെന്ന് പറയുന്നത്. തന്നിൽ ആശ്രയിക്കുന്നവരെ യഹോവ അറിയുന്നു. യഹോവ തന്നെ ആശ്രയമായിരിക്കുന്ന ജനം ഭാഗ്യമുള്ളത്. വേറൊരു ആശ്രയമില്ല. എസ്തർ പറഞ്ഞതാ, ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ. അതിൻ്റെ ഇടയ്ക്ക് എൻ്റേതായിട്ടുള്ള പടികളൊന്നും വേണ്ട. ഞാൻ പോകും. നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ. നശിച്ചില്ല. അവനെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോവുകയില്ല. അവനെ ആശ്രയിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോവില്ല. തങ്കൽ ആശ്രയിക്കുന്നവരെ ദൈവം അറിയുന്നു. യഥാർത്ഥത്തിൽ ആശ്രയിക്കുന്നവനെ ദൈവം അറിയുന്നു. ഇതിങ്ങനെ മൊത്തം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ലക്ഷണം പറഞ്ഞല്ലോ. ലക്ഷണം കർത്താൻ്റെ ആശ്രയിൽ കൂടി നമുക്ക് കേട്ടല്ലോ. കല്യാണം കഴിക്കാൻ പോകുന്നതിനോട് മുടി ചീകടാ, പൗഡർ ഇടടാ, ഡ്രസ്സ് ചെയ്യേ, ഒന്നും പറയണ്ട. അത് അവൻ്റെ ജീവിതത്തിലെ ഒഴിവാക്കാത്ത സ്വഭാവമായി, അവനോട് ചേർന്ന് നിൽക്കുന്ന സ്വഭാവമായിട്ട് അവനിൽ ദിനം പ്രതി മാറ്റം വരുത്തിക്കൊണ്ടിരിക്കും. ദിനം പ്രതി അവൻ പ്രകാശിച്ചുകൊണ്ടിരിക്കും. ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ. രണ്ടില്ല.
അതിൽ പരാജയപ്പെട്ടാൽ ജീവിതമില്ല. കന്യകയുടെ അല്ലെങ്കിൽ ദൈവം മുൻകണ്ടിട്ടുള്ള ജനത്തിൻ്റെ ലക്ഷണമാണത്. ദൈവം മുൻകണ്ടിട്ടുള്ള ജനത്തിൻ്റെ ലക്ഷണമാണ്. ദൈവാത്മാവ് അത് നോക്കിക്കൊണ്ടിരിക്കുക. അബ്രഹാമിൻ്റെ സന്തതി ഇസ്ഹാക്കിന് പെൺകുട്ടിയെ കാണാനായിട്ട് പോവുക. പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പെൺകുട്ടി തന്നെയാണോ കണ്ട്, ആളെ കണ്ട്, റിബേക്കയെ കണ്ട്. ഈ പെൺകുട്ടി തന്നെയാണോ? ഒരു കാര്യം എനിക്ക് അറിയാൻ പാടില്ല കർത്താവേ, ഞാൻ ഇവിടെ ഒരു പെൺകുട്ടികൾ പലതും വരും. ആ പെൺകുട്ടിയോട് ഞാൻ പറയും ഇത്തിരി വെള്ളം വേണമെന്ന് പറയുമ്പോൾ അവൾ ചെന്ന് എനിക്ക് വെള്ളം കൊണ്ടു തരണം, എൻ്റെ കൂടെയുള്ളവർക്കും കൊടുക്കണം, നിൻ്റെ കന്നുകാലികൾക്കും നിനക്ക് കൂടെ ഉള്ളവർക്കെല്ലാം ഞാൻ തരാം, നിൻ്റെ ഒട്ടകങ്ങൾക്കെല്ലാം ഞങ്ങൾ കൊടുത്തു തരാം എന്ന് അവർ പറഞ്ഞാൽ ആ പെൺകുട്ടിയായിരിക്കും ഞാനങ്ങ് വിശ്വസിക്കുക. കർത്താവിനോട് ഉടമ്പടി പറഞ്ഞു തുടങ്ങി. ഏതെല്ലാം പറഞ്ഞുവോ അതെല്ലാം റിബേക്ക റീല് ഇങ്ങനെ അതുപോലെ കാണിക്കാൻ തുടങ്ങി. വീഡിയോ ആവർത്തിക്കുന്ന പോലെ നോക്കാൻ തുടങ്ങി. ചെന്ന് കഴിഞ്ഞ് വെള്ളം വേണമെന്ന് പറഞ്ഞ് യജമാനെ തരാം, നിനക്കും തരാം, എൻ്റെ കൂടെയുള്ളവർക്കും തരാം, ഒട്ടകങ്ങൾക്കും കൊടുക്കാം. ഓടി താഴത്തേക്ക് ഇറങ്ങി കുളത്തിലേക്ക്. വചനം എഴുതിയിരിക്കുന്നത് ഈ പെണ്ണ് തന്നെയാണോ എൻ്റെ യജമാനായ ഇസ്ഹാക്കിന് ദൈവം നിശ്ചയിച്ചിരിക്കുന്നത്? ആ പുരുഷൻ അവളെ സൂക്ഷിച്ചു നോക്കി. താൻ പറഞ്ഞ അടയാളങ്ങൾ അത് മുഴുവനും കാണിച്ചു. ഇത് തന്നെ, ഇതുപോലെ അടയാളങ്ങളാണ്. ദൈവാത്മാവെന്ന് ഓരോ മനുഷ്യൻ്റെയും തിരഞ്ഞെടുക്കപ്പെട്ടവൻ്റെ അടയാളങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. ആ അടയാളങ്ങളിലൊന്നാണ് ഇന്ന് നമുക്ക് കേട്ടത്. ആ മഹാദിവസത്തേക്ക്, ആ മഹാസന്തോഷത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജനം അതിൽ യാതൊരു ആരുടെയും നിർബന്ധമില്ലാതെ തന്നെത്താൻ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. മറ്റൊരാളല്ല, തന്നെത്താൻ ഒരുക്കിക്കൊണ്ടിരിക്കുക. മുഖത്ത് നോക്കി അറിയാം, ജീവിത പ്രവൃത്തി കണ്ടാൽ അറിയാം, സ്വകാര്യത കണ്ടാൽ അറിയാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നോക്കുമ്പോൾ സാക്ഷാൽ ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി ദൈവം തിരഞ്ഞെടുത്ത കന്യകയുടെ ലക്ഷണങ്ങൾ മുഴുവനും നമ്മിലുണ്ടാകട്ടെ. ആ ലക്ഷണങ്ങൾ ദൈവം കണ്ട് സാക്ഷ്യം പറഞ്ഞ് ദൈവത്തിങ്കൽ നമുക്കുള്ള അംശം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാതെ വണ്ണം പ്രാപിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. മുട്ടുകളെ മടക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. കൃപയാൽ ഞങ്ങളെ ഇത്രത്തോളം നടത്തിയ ദൈവം ഇനിയും നടത്താൻ ശക്തനായി ഞങ്ങളോടൊപ്പം ഉള്ളതുകൊണ്ട് സ്തോത്രം. ഇന്ന് കർത്താവ് ഈ ആരാധനയെങ്കിൽ കർത്താവ് ഞങ്ങളോടൊപ്പം ഇരുന്നല്ലോ, ഞങ്ങൾക്ക് വേണ്ട ആലോചന വന്നല്ലോ. എല്ലാ ദോഷങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കുന്ന ദൈവമായിരിക്കുന്നുണ്ട്. കർത്താവിനെ സ്തുതിക്കുന്നു. കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ. നന്മകൾക്കായി സ്തോത്രം.